ഒക്ടോബർ 27-നായിരുന്നു ഞങ്ങളുടെ മാരേജ്. സോ കല്യാണം കഴിഞ്ഞ് അധിക ദിവസം നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. ഒരു 1 വീക്കോളൊക്കെ തന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് പോയിട്ട് ഒരു രാജ്യത്തൊക്കെ നിൽക്കുന്നതും കാണുന്നതൊക്കെ കാഴ്ചകൾ. സോ ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ. എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് ബഹ്റൈനിൽ. സോ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ കയറി ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഒരു ചിക്കൻ റോളൊക്കെ മേടിച്ച് കഴിച്ചു. സോ അത് ഇവിടെയുള്ളൊരു മലയാളി ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. സോ അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഐ എം എൻജോയിങ് ആൻഡ് ഹാവിങ് ഫുഡ്. ബി ഗ്രിൽ എന്ന് പറഞ്ഞ കടയാണ് കയറിയത്. സോ ഇവിടെ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 മണി പലഹാരങ്ങളൊക്കെ. ഇത് അപ്പുറത്തെ കടയിലുള്ളൊരു വ്യൂ ആണ്. കുബൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊരു പുതിയ കാഴ്ചയായിരുന്നു. ഇവിടുത്തെ കുബൂസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു കുബൂസ് അല്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് പഫി ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള കുബൂസല്ല കിട്ടുന്നത്. ഇവിടെ എങ്ങനെയുള്ള ഒരു കുബൂസല്ല, നമ്മൾ സാധാ ഒരു നോർമൽ ചപ്പാത്തിയുടെയൊക്കെ പോലത്തെ ഒരു തിക്നെസ്സിൽ കുറച്ച് വലുതായിട്ടൊരു വൈറ്റിഷ് ആയിട്ടുള്ളൊരു സംഭവമാണ് കുബൂസായിട്ട് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. തിരിച്ചു വരുമ്പോൾ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് ഉണ്ടായത്. സോ പിന്നെ ദെൻ വി വർ ഇൻ ടു ദ മെയിൻ റോഡ്. കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ചുമ്മാ ഒന്ന് നടന്ന്, അധികവും നടക്കല ചെയ്യാറ്. കാരണം ഒരു കൺട്രി പരിചയപ്പെടുമ്പോൾ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു പ്രത്യേക രസം കൂടിയാണ്. സോ ഞങ്ങൾ വെഹിക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും അധികവും ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അധികവും നടക്കുക തന്നെയാണ് ചെയ്യാറ്. സോ സ്ട്രീറ്റ് വ്യൂസും നൈറ്റ് ലൈറ്റ്സിൽ സിറ്റി കാണാനും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ KFC ചിക്കൻ ട്രൈ ചെയ്യണമെന്ന് കുറേ കാലത്ത് ആഗ്രഹം. കാരണം ഇവിടെ വന്ന് പോയ എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഇവിടെ വന്ന് നാട്ടിൽ തിരിച്ച് വന്നിട്ടുള്ള ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയാറുണ്ട് KFC ഇവിടുത്തെ മിസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല ജ്യൂസി ചിക്കനാണ്, സ്പെഷ്യലി ബർഗേഴ്സും ചിക്കനും കുറച്ച് നല്ല ക്വാളിറ്റിയാണ് ഇവിടെ കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട്. സോ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. സോ ഞാൻ KFCയിൽ കയറി. വില്ല നിങ്ങൾ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ കറൻസീനെ കുറിച്ച് പഠിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതൊക്കെയാണ് ഞാൻ വില്ലൊക്കെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ KFCയിൽ കയറിയിട്ട് നമ്മൾ ബർഗറാണ് ഓർഡർ ചെയ്തത്. ബർഗർ മീലാണ് ഓർഡർ ചെയ്തത്. ഒപ്പം ഡ്രിങ്ക്സും പെപ്സിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. സോ വി വർ വെയിറ്റിംഗ് ഫോർ ദ സെയിം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു KFCയുടെ ഒപ്പം. സോ അങ്ങനെ നമ്മുടെ നാട്ടിൽ KFC ഉണ്ട്. ഞാനങ്ങനെ പോയിട്ടില്ല നാട്ടിൽ. KFCയിൽ എനിക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. സോ പിന്നെ നമ്മൾ സ്വിഗ്ഗി ചെയ്ത് വീട്ടിലേക്ക് വരുന്നതൊക്കെയാണ്. നാട്ടിലാകുമ്പോൾ സ്വിഗ്ഗി ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുത്തി കഴിക്കാറുണ്ട്, ബ്രദറൊക്കെ വീട്ടിലെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ചിക്കൻ പോപ്കോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി വർ ട്രൈങ് ബർഗർ, ചിക്കൻ പോപ്കോൺ, ദെൻ സം ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് പെപ്സി വിത്ത് ഇറ്റ്. സോ ബർഗർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഡെലീഷ്യസ് ആയിട്ട് ചീസൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബർഗറാണ്. സോ 6 excited ടു ടേസ്റ്റ് ഇറ്റ്. സോ അങ്ങനെ ടേസ്റ്റ് ചെയ്തു. എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നിയില്ല. ഞാനങ്ങനെ റെഗുലർ ബർഗർ ഈറ്ററൊന്നും അല്ല. പ്രത്യേകിച്ച് നാട്ടിലുള്ളപ്പോൾ ഞാൻ ബർഗേഴ്സൊന്നും അധികമൊന്നും കഴിക്കാറില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഡെലീഷ്യസ് ഫോർ മീ. എനിക്കിഷ്ടമായി. കാരണം ഇടയ്ക്കൊക്കെ ഫാസ്റ്റ് ഫുഡ് ട്രൈ ചെയ്യാനും ബർഗറൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കുറേ ദിവസം ഇങ്ങനെ നോർമൽ ഫുഡ് കഴിച്ച് ഇടയ്ക്ക് ബർഗേഴ്സൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത്. ഇഷ്ടമായി. ചീസ് ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അന്ന് KFCയിൽ കഴിച്ച ബർഗർ അത്ര ടേസ്റ്റ് ഇല്ല. യു ക്യാൻ സീ ഇറ്റ് ഓൺ ഹിസ് ഫേസ്. അതായത് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഒരു ബർഗർ അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. ഐ വാസ് എൻജോയിങ് ദ മീൽ. ദെൻ നെക്സ്റ്റ് ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഹെവി കഴിച്ചതുകൊണ്ട് ഐസ്ക്രീമൊന്നും പിന്നെ അന്ന് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വാസ് ജസ്റ്റ് ക്യാപ്ചറിങ് ഓൾ ദീസ് തിങ്സ്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാനിങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഓരോ ഷോപ്സും, അത് മലയാളി ഷോപ്സ് ആണെങ്കിൽ അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള പാകിസ്ഥാനി ക്യുസീൻ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്, ടർക്കിഷ് ക്യുസീൻ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. സോ നമ്മളുടെ നാട്ടിലത്തെ പേരൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഓക്കെ നമ്മുടെ നാട്ടിലത്തെ കുറേ കടകളുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കും. പിന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞുതരും, ഷോപ്സിനെ കുറിച്ചിട്ടും ഇവിടെ ഏതൊക്കെ ഷോപ്പിലാണ് കിട്ടുക, മൂപ്പര് എവിടേക്ക് റെഗുലറായിട്ട് പോവാറ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കും സ്ട്രീറ്റ്സിലൂടെ. ഇത് കണ്ടോ ക്ലോക്ക് ടവർ പോലൊരു സംഭവം. സോ അങ്ങനെ റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ഷോപ്സൊക്കെ കണ്ടു, വെഹിക്കിൾസ് രാത്രി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ബിസിയാണ്. ഷോപ്സിലും അതേ ആൾക്കാരുണ്ട്, ഹോട്ടൽസിലും ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരും ബിസി മൂവിങ് ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ട് തോന്നി. ഈവൻ നൈറ്റിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ഒരു ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ നൈറ്റിലിങ്ങനെ നടക്കാൻ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. റോഡൊക്കെ ബിസി ആണെങ്കിൽ പോലും ഫുട്പാത്തും എല്ലാം ഉണ്ട്, കംഫർട്ടബിളായിട്ട് നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കാണാം. സോ രസമായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. കാരണം ഞാൻ ന്യൂ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്നോട് കോപ്പറേറ്റ് ചെയ്യും കാഴ്ചകളൊക്കെ കാണാനും പിന്നെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടൊക്കെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും, വീഡിയോസ് എടുക്കും. സോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലെ പൂച്ചേനെ എനിക്കൊരു പ്രത്യേക ചായ തോന്നി. അതുകൊണ്ട് എപ്പോൾ പൂച്ചേനെ കണ്ടാലും ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഇവിടുത്തെ പൂച്ചകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് നിനക്ക് തോന്നുന്നത് എന്നോട് തിരിച്ച് പറയും. പക്ഷെ സ്റ്റിൽ എനിക്ക് അവരുടെ മുഖത്തിന് എന്തോ ഒരു നമ്മുടെ നാട്ടിലുള്ള പൂച്ചേനെ അല്ലാത്ത ഒരു ഷേപ്പ് തോന്നി. ഷേപ്പല്ല, ഒരു ചായ, വേറൊരു പൂച്ച ചായ തോന്നാറുണ്ട്. ചിലപ്പോൾ എൻ്റെ തോന്നലാവും, ബട്ട് സ്റ്റിൽ. ദെൻ എഗെയിൻ മൂവിങ്, ഇവിടുത്തെ വെഹിക്കിൾസ് കാണും, അവരുടെ നമ്പേഴ്സൊക്കെ നോട്ട് ചെയ്യാൻ എനിക്കെല്ലാം പുതിയതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പണി. പിന്നെ ഓരോ ആർക്കിടെക്ചർ, ഇവിടുത്തെ പള്ളികളിലെ ആർക്കിടെക്ചേഴ്സ്, അതൊക്കെ ചുമ്മാ ക്യാപ്ചർ ചെയ്യും. ഇതൊന്നും നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ കിട്ടാറില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് എനിക്ക് യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു. അതെ, പിന്നെ എനിക്ക് പൊതുവേ കാഴ്ചകൾ കാണാനും ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്യാനും ട്രിപ്പ് അടിക്കാനും, അതിപ്പോൾ ഫാമിലിയുടെ ഒപ്പമാണെങ്കിലും ശരി ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണെങ്കിലും ശരി, ഇങ്ങനെ കാണാനൊക്കെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നോർമലി ഒരു റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കാനാണെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാനാണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോ എനിക്കിങ്ങനെ ഒരു പുതിയ കൺട്രി കൂടി ആകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പുതിയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, ഐ എം ഏബിൾ ടു സീ ഇറ്റ് അല്ലേ. എൻ്റെ ഹസ്ബൻഡ് കാരണമാണ് എനിക്കിങ്ങനെ കാണാൻ പറ്റിയത് ഒരു രാജ്യം. സോ അതിന് ഞാൻ എപ്പോഴും താങ്ക്ഫുള്ളാണ്. അതിന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ താങ്ക്ഫുൾ, എനിക്കൊരു ലൈഫ് തന്നതിനും ഒക്കെ താങ്ക്ഫുള്ളാണ്. ബട്ട് സ്റ്റിൽ എനിക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായത് ഹസ്ബൻഡ് കാരണമാണ്. സോ അതിന് എപ്പോഴും താങ്ക്ഫുള്ളാണ്. സോ ഹീ ഈസ് ദ മാൻ ബിഹൈൻഡ് ഓൾ ദിസ്. സോ ഐ ജസ്റ്റ് അഡോർ ദിസ് experience of being in a new country. അപ്പോൾ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്നൊരു പാർക്ക് പോകാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അടുത്തുള്ളൊരു പാർക്കാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ക്ഷീണിച്ച് റോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ച് സ്ലോ ആണ് നടക്കുക, കാരണം കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കും. അപ്പോൾ കുറച്ച് സ്ലോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു വിയേർഡ് ഹാബിറ്റ് ഓഫ് സിംഗിങ് സോങ് വെൻ ഐ എം വാക്കിംഗ് ലൈക്ക് ദിസ്. ഓൾ ദീസ് ആർ ന്യൂ ഹോബീസ് ഫോർ മീ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആൻഡ് യെസ്, വി ആർ ഓൾമോസ്റ്റ് നിയർ ടു ദാറ്റ് പാർക്ക്. പാർക്കിൻ്റെ അടുത്ത് എത്താറാനായി. യെസ്, വി ലവ് ബഹ്റൈൻ. അപ്പം നമ്മൾ പാർക്കെത്തി. നല്ലൊരു പാർക്കാണ്, നല്ല വ്യൂസാണ്. സോ നടക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ കുറേ പേര് നമ്മളിങ്ങനെ നടക്കുന്നത് കണ്ടു പാർക്കിൽ. ഇങ്ങനെ ഫ്ലവേഴ്സും ചെടികളും ഒക്കെ ഉണ്ട് പാർക്കിൽ.
പിന്നെ ഓരോരോ സ്റ്റാച്യൂസ് ലൈക്ക് ദിസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു. സോ ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിൽ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രൈഡേയ്സിൽ ഇങ്ങനെ ഓഫ് കിട്ടുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് ഈ പാർക്ക്. സോ ഹസ്ബൻഡ് ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് കൊടുന്നത്. ആൻഡ് ഐ ലൈക്ക് ദ പ്ലേസ്. നല്ല രസമുണ്ട്. കുറേ ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഫാമിലീസ് വന്നിരിക്കുന്നു, കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, നമ്മളും റിലാക്സ് ചെയ്തു. സോ ഇതൊക്കെ കണ്ട് കുട്ടികളുടെ ശബ്ദമൊക്കെ കേട്ട് പിന്നെ ഫാമിലീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ലൈക്ക് ഒരു ലൈഫ് അറൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റത് ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴൊക്കെ. സോ എനിക്ക് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഫ്രൈഡേയ്സിൽ മൂപ്പർക്ക് ലീവ് കിട്ടുമ്പോഴാണ്. സോ ഹീ ഈസ് ഓൾസോ റിലാക്സിങ്. എപ്പോഴും വർക്കിംഗ് ആണല്ലോ, അപ്പോൾ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ വി വർ ജസ്റ്റ് എൻജോയിങ് ദാറ്റ് എക്സ്പീരിയൻസ്. ദിസ് ഇസ് എ ടാറ്റു. എനിക്കിഷ്ടമാണ് കൃഷ്ണൻ്റെ ഈ ടാറ്റു ആയിട്ട് എൻ്റെ കയ്യിലത്തെ. പിന്നെ ഒരു ആരോൻ്റെ ടാറ്റു ഉണ്ട് കയ്യിൽ. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഉറങ്ങാൻ തുടങ്ങി. ഞാനിങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. സോ ഐ എം ജസ്റ്റ് സിംഗിങ് സം സോങ്, ക്യാപ്ചറിങ് ദ വീഡിയോ. എനിക്കിഷ്ടമായി കേട്ടോ പാർക്കിൽ. So that's why I'm singing song. When I'm happy, I just sing song. ഓക്കെ, ഏകദേശം ഒരു 11-11:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു. സോ അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ അൽ ആൻഡ്ലസ് ഗാർഡൻ ഇവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഏരിയ. ദെൻ ദിസ് ഇസ് എ പ്ലേസ് നെയിം. ഇവിടെ അധികവും നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നതൊക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റിലും നെസ്റ്റോയിലും ഒക്കെയാണ്. സോ വീക്ക്ലി ബേസിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ഗ്രിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷോപ്പിൽ വന്നു. ഇവിടെ കണ്ടു ഒരു അമേരിക്ക ഫാഷൻ പറഞ്ഞ് നമ്മുടെ മലയാളിക്കട. സോ ഇതൊക്കെ ഇവിടുത്തെ യൂഷ്വൽ സീൻസാണ്. ഇവിടെ കുറേ മലയാളീസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കുറേ ഷോപ്സ് ഉണ്ട്, ചായക്കടകളുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ. സോ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അതൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. We were just waiting there. ഗ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ കിടന്നിങ്ങനെ കറങ്ങുന്നത് കാണാൻ പ്രത്യേക രസം. അപ്പം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെയാണ്. ഇടയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിലും ബർഗർ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ വീക്ക്ലി വൺസ് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഗ്രിൽഡ് ആയതുകൊണ്ട് അതിങ്ങനെ ഓയിലി അല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ട് ഏട്ടൻ എപ്പോഴും ഗ്രിൽ ചിക്കൻ കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആ കടയിൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുന്നിൽ കണ്ടൊരു ബിൽഡിങ്ങാണ്. ഡയറക്ടറേറ്റ്
ഡയറക്ടറേറ്റ് ഓഫ് കരിക്കുല പറഞ്ഞിട്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ്റെ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ബിൽഡിംഗ് ആണ്. ബാക്ക് ടു ഗ്രിൽ ചിക്കൻ. സോ ഗ്രിൽ ചിക്കനൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നടക്കണം. അപ്പം അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ദ സിറ്റി ഈസ് ഫുൾ ഓൺ വിത്ത് ഓൾ ദ ലൈറ്റ്സ്, വെഹിക്കിൾസ് മൂവിങ് എല്ലാം ഓണാണ്. സോ നമുക്കിങ്ങനെ രാത്രിയാണെങ്കിലും ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്, എനിക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും വളരെ ബിസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിപ്പോൾ ലേറ്റ് നൈറ്റ് അല്ലെങ്കിലും അത്ര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല. ഇതാണ് നമ്മൾ മേടിച്ച ചിക്കൻ, ഗ്രിൽ ചിക്കൻ ആൻഡ് കുബൂസ് ആൻഡ് വി ഹാഡ് ഓൾ ദാറ്റ്. പിന്നെ ഒരു പടം കണ്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ കഴിക്കുന്നത്. സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, വിച്ച് ഈസ് എ ഹൊറിബിൾ മൂവി. ഞാൻ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തു, കുഴപ്പമില്ല, കണ്ടിരിക്കാം. അപ്പം നെറ്റ്ഫ്ലിക്സിലെ സ്മൈൽ മൂവി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു സിനിമ കണ്ടുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അതൊരു ഹൊറർ മൂവിയാണ്, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.